ഹായ്, ഞാനിന്നുള്ളത് ചേർത്തലയ്ക്ക് അടുത്തുള്ള മണപ്പുറം എന്നുള്ള സ്ഥലത്ത് സെൽവരാജ് സാറിൻ്റെ UK വർക്ക് ചെയ്യുന്ന സെൽവരാജ് സാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഗൗരീശം എന്ന വീട്ടിലാണ്. ഈ വീടിൻ്റെ ഒരു ഡിസൈനിങ് ജേർണി, ഈ വീടിൻ്റെ ഒരു വർക്കിംഗ് ടൈമിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോൻ്റെ ഉദ്ദേശം. ഞാൻ ആദ്യമായിട്ട് വന്ന് സൈറ്റ് കാണുന്ന സമയത്ത് ഒരു ചുറ്റും നിറയെ മരങ്ങളും വീടുകളൊക്കെയുള്ള വളരെ ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥലം, തൊട്ട് അടുത്ത് ഒരു പ്ലോട്ട് അപ്പുറത്ത് വേമ്പനാട്ട് കായലാണ്. നമ്മൾ ക്ലീശയായിട്ട് പറയുമെങ്കിലും കറക്റ്റായിട്ട് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു പ്ലോട്ടായിരുന്നു. അപ്പോൾ ഈ പ്ലോട്ടിലൊരു വീട് ചെയ്യുമ്പോൾ ഈ ഗ്രാമാന്തരീക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഇതിൻ്റെ ഒരു എസ്തെറ്റിക്സിനെ ബ്രേക്ക് ചെയ്യാത്ത ഒരു കൺസ്ട്രക്ഷൻ ഡിസൈനിങ് തീം സെലക്ട് ചെയ്യണം എന്നുള്ളത് സാറിൻ്റെയും കൂടെ ഒരു താല്പര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കേരള കണ്ടംപററി മിക്സ് ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ സ്റ്റൈല് നമ്മൾ ഫോളോ ചെയ്തത്. അതുമാത്രമല്ല, നമ്മൾ ലാൻഡ്സ്കേപ്പ് ഫുള്ള് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസും റിവർ പെബിളും എല്ലാം മിക്സ് ചെയ്തിട്ട് അധികം മെയിൻ്റനൻസ് ഇല്ലാതെ ആണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ വീടിന് ചുറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡ്രോൺ ഷോട്ടൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഫുൾ ഗ്രീൻ ഫില്ല് ചെയ്തിട്ട് നമ്മളിപ്പോൾ ലോങ്ങിൽ നിന്ന് നോക്കിയാൽ ഫുള്ളായിട്ട് നമ്മൾ ഒരു ഗ്രാസിൻ്റെ ഒരു ഫീൽ കിട്ടത്തക്ക രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന് ചുറ്റും ഈസി ആയിട്ട് നടക്കാനും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റുന്ന സ്പേസ് ഒത്തിരി വീട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഞാനിരിക്കുന്ന ഈ ഏരിയ ആണെങ്കിലും വീടിൻ്റെ ബാൽക്കണി സ്പേസിലാണെങ്കിലും എല്ലാം ഒന്ന് വെറുതെ ഇരിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന സ്പോട്ടുകൾ ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റൂഫ് പ്ലാനിങ് ആണ്. ഒത്തിരി ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു പാർട്ടാണത്. എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നത്, ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓടിൻ്റെ ഏരിയ, റൂഫ് ടൈലിൻ്റെ ഏരിയ നമുക്ക് കൂടുതൽ വിസിബിൾ ആവണം. ആ സ്ലോപ്പ് ഒത്തിരി പൊങ്ങിയിരുന്നാൽ നമുക്ക് താഴെയുന്ന ആ ഓടിൻ്റെ ഭംഗി കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു സ്ലോപ്പ് നമ്മുടെ ഐ ആംഗിളിൽ കിട്ടുന്ന രീതിയിലാണ് നമ്മളെ ഫ്രണ്ടിലേക്കുള്ള സ്ലോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് നോർമലി ഉള്ളതിനേക്കാളും കൂടുതൽ ലെങ്ത് വരത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഡിസൈനിങ് പാർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ പ്രൊജക്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ആക്ച്വലി സെൽവരാജ് സാറ് ഹൗസ് ഓണർ ഈ വീടിൻ്റെ സ്റ്റോൺ ലേയിങ് സെറിമണിക്കാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അദ്ദേഹം വരുന്നത് ഹൗസ് വാമിങ്ങിന് ഏതാനും ദിവസം മുമ്പാണ്. ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സും ലൈവായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെയാണ് ഇടപെട്ട് സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നതും. അപ്പോൾ സാറ് നമുക്ക് തന്നൊരു ട്രസ്റ്റാണ്. ഒരു തലത്തിലും സാറിനൊരു കൺഫ്യൂഷനോ ഇതെങ്ങനെയാവോ അങ്ങനെയാവോ അങ്ങനെ ചെയ്ത പ്രശ്നമാവോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനും സാറിനുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്കൊരു അഭിമാനമാണ്. സെൽവരാജ് സാറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന രണ്ടാമത്തെ പ്രൊജക്റ്റാണ് ആക്ച്വലി ഇത്. അന്ന് തുടങ്ങിയ സൗഹൃദമാണ്, അന്ന് തുടങ്ങിയുള്ള സാറുമായിട്ടുള്ള ബന്ധമാണ്. സാറിൻ്റെ നാട്ടിൽ സാർ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ സാറിനൊരു വീട് പണിയണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോൾ നമ്മളത് ഏൽപ്പിക്കാനുള്ള റീസൺ അന്ന് തുടങ്ങിയ ബന്ധമാണ്, ഊഷ്മളമായ സ്നേഹമാണ്. ഞങ്ങളിൽ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് സാർ അത് ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് പോയത്. അപ്പോൾ സാറ് തിരിച്ചു വന്നപ്പോൾ സാർ ആഗ്രഹിച്ച തലത്തിൽ തന്നെ അത് നേരിട്ട് കണ്ടപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്തത്, സാർ എന്താണോ ഉദ്ദേശിച്ചത് അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള ഒരു സന്തോഷം, അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര അഭിമാനമാണ്. അതുപോലെ അന്യനാട്ടിലിരുന്ന് ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ഒരു തവണ പോലും നാട്ടിൽ വരാതെ കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഒരു ഇടപെടൽ സാറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സ്പേസ് ടെയിൽ സ്റ്റുഡിയോയെ സംബന്ധിച്ചൊരു നല്ലൊരു നാഴികക്കല്ലായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. സോ അതിന് ഞങ്ങൾക്കൊരു അവസരം തന്നതിന് സാറിനുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കാൻ കൂടെ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. താങ്ക് യു.